ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ കുറേശ്ശെയായിട്ട് ഭഗവത്ഗീത പഠിച്ചു തുടങ്ങുകയാണ്. ആദ്യമായിട്ട് ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളുണ്ട് എന്ന് നോക്കാം. 18 അധ്യായങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ അധ്യായം അർജുന വിഷാദ യോഗയാണ്. എന്താണ് ഭഗവത്ഗീത? എങ്ങനെയാണ് ഇത് ഉത്ഭവിച്ചത്? നമുക്ക് എല്ലാവർക്കും അറിയാം, എങ്കിലും ഒന്ന് പറഞ്ഞു പോകാം. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസങ്ങളാണ് മഹാഭാരതവും രാമായണവും. അതിൽ തന്നെ മഹാഭാരതം വലിയൊരു ഇതിഹാസമാണ്. കാരണം എത്ര പറഞ്ഞാലും തീരില്ല. കാരണം ധാരാളം കഥകളും ഉപകഥകളുമൊക്കെയായിട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു ഇതിഹാസ ഗ്രന്ഥമാണ് മഹാഭാരതം. മഹാഭാരത യുദ്ധം ആരംഭിക്കുകയാണ്. ആ സമയത്ത് ധൃതരാഷ്ട്രർക്ക് യുദ്ധം കാണണമെന്ന് ഒരു മോഹമുണ്ടെങ്കിലും യുദ്ധം നേരിട്ട് കാണുന്നതിന് ഉള്ള ശക്തിയില്ലായിരുന്നു. യുദ്ധത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള ആഗ്രഹം ധൃതരാഷ്ട്രർക്ക് ഉണ്ടാവുകയും ചെയ്തു. കാരണം യുദ്ധം അടുക്കുന്തോറും ധൃതരാഷ്ട്രർക്ക് ഉറക്കമില്ലാതായി, പരിഭ്രാന്തിയായി, തൻ്റെ മക്കൾക്ക് ആപത്ത് സംഭവിക്കുമെന്നുള്ള തോന്നലുണ്ടായി തുടങ്ങി. അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണ് അവിടേക്ക് കൃഷ്ണദ്വൈപായനൻ എന്ന വ്യാസൻ എത്തുന്നത്. വ്യാസൻ ആരാണ്? പാണ്ഡുവിൻ്റെയും ധൃതരാഷ്ട്രരുടെയും വിതുരരുടെയും പിതാവാണ് കൃഷ്ണദ്വൈപായനൻ എന്ന വ്യാസൻ. അപ്പോൾ വ്യാസൻ ചോദിക്കുകയാണ്, താങ്കൾക്ക് യുദ്ധം കാണണമെന്നുണ്ടോ? ഉടനെ ധൃതരാഷ്ട്രർ പറയുകയാണ്, എനിക്ക് കാണാനുള്ള ശക്തിയില്ല, പക്ഷേ കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ആ സമയത്താണ് ധൃതരാഷ്ട്രരുടെ ഏറ്റവും വലിയ സുഹൃത്താണ് സഞ്ജയൻ. അങ്ങനെയാണെങ്കിൽ സഞ്ജയന് ഞാൻ ദിവ്യദൃഷ്ടി നൽകാം. സഞ്ജയൻ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ താങ്കളോട് പറഞ്ഞു തരുമെന്ന് വ്യാസഭഗവാൻ പറയുന്നു. അതനുസരിച്ച് സഞ്ജയന് ദിവ്യദൃഷ്ടി വ്യാസഭഗവാൻ കൊടുക്കുകയാണ്. അങ്ങനെയാണ് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ആ സമയത്താണ് ഭഗവാൻ ഗീത ഉപദേശിക്കുന്നത്. അതായത് മഹാഭാരതത്തിൻ്റെ മധ്യഭാഗത്താണ് ഭഗവത്ഗീത വ്യാസഭഗവാൻ വിന്യസിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യം മഹാഭാരതത്തിലെ കഥകളൊക്കെ ഇങ്ങനെ വരുന്നു. ഏറ്റവും നടുഭാഗത്ത്, മധ്യഭാഗത്തായിട്ട് യുദ്ധം വരുന്നു. ആ സമയത്താണ് ഗീത ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. അത് സഞ്ജയൻ തൻ്റെ ദിവ്യദൃഷ്ടിയാൽ കേൾക്കുന്നുണ്ട്, കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ ആ കുരുക്ഷേത്രത്തിൽ അർജുനന് ഭഗവാൻ ഉപദേശിച്ചു കൊടുത്ത ഗീത തൻ്റെ ദിവ്യദൃഷ്ടിയാൽ സഞ്ജയൻ കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് അക്കാര്യം ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഭഗവത്ഗീതയുടെ ധ്യാന ശ്ലോകത്തിൽ ആദ്യ ഭാഗത്ത് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്: ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടദശാധ്യായിനീം അംബ ത്വാമനുസന്ധധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. ഇങ്ങനെയാണ് ഭഗവത്ഗീതയുടെ ധ്യാന ശ്ലോകം തുടങ്ങുന്നത്. അതായത് ഭഗവാൻ നാരായണൻ സ്വയം അർജുനന് ഉപദേശിച്ചതും പൗരാണിക മുനിയായ വേദവ്യാസൻ മഹാഭാരതത്തിൻ്റെ മധ്യത്തിൽ
കോർത്തതും അദ്വൈതമാക്കുന്ന അമൃതം വർഷിക്കുന്നതും 18 അധ്യായങ്ങളോടു കൂടിയതും ഭഗവതിയുമായ ഭഗവത്ഗീതേ, അമ്മേ, സംസാരനാശിനിയായ അവിടുത്തെ ഞാൻ ധ്യാനിക്കുന്നു. ഇങ്ങനെയാണ് ധ്യാന ശ്ലോകത്തിൽ പറയുന്നത്. ഇനി നമുക്ക് ഭഗവത്ഗീതയുടെ ആദ്യ ഭാഗങ്ങളിലേക്ക് കടക്കാം. ഇവിടെ മഹാഭാരത യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. രണ്ട് പക്ഷത്തും രണ്ട് സേനകളും നിരന്നു നിൽക്കുന്നു. ഒരു പക്ഷം പാണ്ഡവപക്ഷം, മറുപക്ഷം കൗരവപക്ഷം. അങ്ങനെ ഇരിക്കുമ്പോൾ സഞ്ജയൻ അവിടെ ദിവ്യദൃഷ്ടി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ധൃതരാഷ്ട്രർ അടുത്തിരിപ്പുണ്ട്. എന്നിട്ട് പറയുകയാണ്, എന്താണ് അവിടെ നടക്കുന്നതെന്ന് പറയുക. നമുക്ക് അർജുന വിഷാദ യോഗ, അതാണ് പ്രഥമ അധ്യായ, ആദ്യത്തെ അധ്യായം, അർജുന വിഷാദ യോഗ. അതിലെ ആദ്യത്തെ ശ്ലോകം ധൃതരാഷ്ട്ര ഉവാച. ഉവാച എന്നാൽ പറഞ്ഞു എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ധൃതരാഷ്ട്ര ഉവാച, ധൃതരാഷ്ട്രർ പറഞ്ഞു. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദാ യുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധർമ്മക്ഷേത്രേ, ആ പുണ്യഭൂമി, അതാണ് ധർമ്മക്ഷേത്രേ എന്ന് ഉദ്ദേശിക്കുന്നത്, പുണ്യഭൂമി. കുരുക്ഷേത്രേ, കുരുക്ഷേത്ര ഭൂമി. സമവേദ, അണിനിരന്ന, സമവേദ അണിനിരന്ന, യുയുത്സവഃ യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ച്, മാമകാഹ എൻ്റെ ആളുകൾ, പാണ്ഡവ പാണ്ഡുപുത്രർ, ച കൂടെ, ഏവ പുറമെ, കിം എന്ത്, അകുർവത ചെയ്യുന്നു, സഞ്ജയ അല്ലയോ സഞ്ജയ. അപ്പോൾ ധൃതരാഷ്ട്ര ഉവാച, ധൃതരാഷ്ട്രർ പറഞ്ഞു, അല്ലയോ സഞ്ജയ, ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ച് അണിനിരന്ന എൻ്റെ ആളുകളും പാണ്ഡവന്മാരും എന്തു ചെയ്തു? ഇത് ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിക്കുകയാണ്. സഞ്ജയ ഉവാച, സഞ്ജയൻ പറഞ്ഞു. അങ്ങനെ സഞ്ജയൻ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യ മുപസംഗമ്യ രാജാ വചന അബ്രവീത്. ദൃഷ്ട്വാ കണ്ടിട്ട്, തു തീർച്ചയായും, പാണ്ഡവാനീകം പാണ്ഡവ സൈന്യം, വ്യൂഢം അണിനിരത്തപ്പെട്ട, ദുര്യോധന ദുര്യോധനൻ, തഥാ അപ്പോൾ, ആചാര്യ ആചാര്യൻ, ഉപസംഗമ്യ സമീപിച്ചിട്ട്, രാജ രാജാവ്, വചനം പ്രസംഗം, അബ്രവീത് പറഞ്ഞു. ധൃതരാഷ്ട്രരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് സഞ്ജയൻ ഇപ്രകാരമാണ് പറയുന്നത്. പാണ്ഡവ സൈന്യത്തെ അണിനിരത്തിയതു കണ്ടപ്പോൾ രാജാവായ ദുര്യോധനൻ ദ്രോണാചാര്യരെ സമീപിച്ച് ഇപ്രകാരം പറഞ്ഞു. എപ്രകാരമാണ് പറഞ്ഞത്? പശയിതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹൃതീം ചമും വ്യൂഢം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. അർത്ഥം, പശ്യേ കാണുക, ഏതാം ഈ, പാണ്ഡുപുത്രാണാം പാണ്ഡുപുത്രന്മാർ,
ആചാര്യ ആചാര്യൻ, മഹതീം മഹത്തായ, ചമും പട്ടാളം, വ്യൂഢം അണിനിരത്തപ്പെട്ട, ദ്രുപദപുത്രേണ ദ്രുപദപുത്രനാൽ, തവ ശിഷ്യേണ അങ്ങയുടെ ശിഷ്യനാൽ, ധീമത ബുദ്ധിമാൻ. അങ്ങനെ പാണ്ഡവ സൈന്യത്തെ അണിനിരത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ രാജാവായ ദുര്യോധനൻ ദ്രോണാചാര്യരെ സമീപിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. യുദ്ധഭൂമിയിൽ എന്താണ് കാണുന്നത് എന്ന് ചോദിച്ചപ്പോൾ സഞ്ജയൻ പറഞ്ഞു കൊടുക്കുകയാണ്, പാണ്ഡവ സൈന്യത്തെ അണിനിരത്തിയിരിക്കുന്നത് കണ്ടു. ആര്? ദുര്യോധനൻ. അങ്ങനെ കണ്ടിട്ട് ദുര്യോധനൻ ചെന്നിട്ട് ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, ആചാര്യ, അങ്ങയുടെ ശിഷ്യനായ ദ്രുപദപുത്രൻ അണിനിരത്തിയിരിക്കുന്ന പാണ്ഡവ സൈന്യത്തെ അങ്ങ് കണ്ടാലും. ദുര്യോധനൻ ദ്രോണാചാര്യരോട് പറയുകയാണ്, അങ്ങ് കണ്ടാലും, ആ സൈന്യത്തെ അങ്ങ് കണ്ടാലും. അതിൽ നിന്നും ഒരു ചെറിയ ഒരു ഭയം ദുര്യോധനൻ്റെ ഉള്ളിൽ ഉണ്ടായി എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. ഇവിടെ ദ്രുപദപുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ് ദ്രുപദപുത്രൻ? ദൃഷ്ടദ്യുമ്നൻ. ആരാണ് ദ്രുപദൻ? പാഞ്ചാല രാജാവാണ് ദ്രുപദൻ. ദ്രുപദൻ്റെ മകനാണ് ദൃഷ്ടദ്യുമ്നൻ. ദ്രുപദനും ദ്രോണരും പണ്ട് സഹപാഠികളായിരുന്നു. ദ്രുപദൻ രാജാവാണ്, എന്നാൽ ദ്രോണന് ഭയങ്കര ദാരിദ്ര്യമായിരുന്നു ആ സമയത്ത്. അങ്ങനെ തൻ്റെ ദാരിദ്ര്യം മാറ്റാനായിട്ട് എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടോ എന്നറിയാനായിട്ട് ഉറ്റ സുഹൃത്തായിരുന്ന ദ്രുപദനെ ദ്രോണൻ സമീപിക്കുകയാണ്. ദ്രുപദനാകട്ടെ സുഹൃത്താണെന്നൊന്നും ചിന്തിക്കാതെ ദരിദ്രനായ ദ്രോണരെ അധിക്ഷേപിക്കുന്നു. ദ്രോണർ ഈ അധിക്ഷേപത്തിന് പകരം വീട്ടുവാൻ കൊതിക്കുകയാണ്. ബ്രാഹ്മണനാണെങ്കിലും പരശുരാമ ശിഷ്യത്വം നേടി ആയുധവിദ്യയിൽ ഏറ്റവും നിപുണനാണ് ആര്? ദ്രോണർ. അദ്ദേഹം അതിനുവേണ്ടി നേരെ എന്തു ചെയ്യുന്നു? ഹസ്തിനപുരത്ത് എത്തിച്ചേർന്നു. അങ്ങനെ ഭീഷ്മരെ പ്രസാദിപ്പിക്കുന്നു. അങ്ങനെ ഭീഷ്മര് വിചാരിക്കുകയാണ്, കൗരവരും പാണ്ഡവരും കുട്ടികളാണ്, അവരെ അസ്ത്രവിദ്യ പഠിപ്പിക്കാനായിട്ട് ദ്രോണരെ നിയോഗിക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ദ്രോണരെ അവരുടെ ടീച്ചറായി നിയോഗിക്കുന്നു. ഭീഷ്മരാണ് നിയോഗിക്കുന്നത്. സന്തോഷത്തോടു കൂടി, എന്നാൽ ചില കണക്കുകൂട്ടലുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ദ്രോണർ കൗരവരെയും പാണ്ഡവരെയും അസ്ത്രവിദ്യ പഠിപ്പിച്ചത്. ഗുരുദക്ഷിണയായി ദ്രുപദനെ പിടിച്ചുകെട്ടി തൻ്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് ആവശ്യപ്പെട്ടത്. കൗരവർ ദ്രുപദനോട് തോറ്റ് പിൻവാങ്ങി. എന്നാൽ അർജുനൻ ദ്രുപദനെ ബന്ധിച്ച് ദ്രോണരുടെ മുമ്പിൽ സമർപ്പിച്ചു. എന്നാൽ മഹാമനസ്കനായ ദ്രോണരാകട്ടെ ദ്രുപദന് പകുതി രാജ്യം തിരിച്ചു കൊടുത്തു. അങ്ങനെ സൗഹൃദം പുനഃസ്ഥാപിച്ച് തിരിച്ചയച്ചു. പക്ഷേ ദ്രുപദൻ്റെ മനസ്സിൽ നിന്നും ഈ കാര്യങ്ങളൊന്നും പോയിട്ടില്ലായിരുന്നു. ദ്രുപദൻ ഇതൊരു മനോവിഷമമായി തന്നെ കൊണ്ടു നടന്നു. തനിക്ക് പറ്റിയ അപമാനത്തിന് ദ്രോണരോട് പകരം വീട്ടാൻ തന്നെ അദ്ദേഹം രഹസ്യമായി ആഗ്രഹിച്ചു. വിദ്വേഷവും പ്രതികാരവും അദ്ദേഹം കൊണ്ടു നടന്നു ജീവിത അവസാനം വരെ. ദ്രോണരെ വധിക്കുവാൻ കരുത്തുള്ള ഒരു പുത്രനും അർജുനന് വിവാഹം ചെയ്തു കൊടുക്കുവാൻ തക്ക ഒരു പുത്രിയും തനിക്കുണ്ടാകണമെന്ന് ദ്രുപദൻ അതിയായി ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്തു. അതിനായി ബ്രാഹ്മണരെ കൊണ്ട് യജ്ഞം ചെയ്യിപ്പിച്ചു. തുടർന്ന് അഗ്നിമധ്യത്തിൽ നിന്നും ദൃഷ്ടദ്യുമ്നനും യജ്ഞവേദിയുടെ മധ്യത്തിൽ നിന്നും കൃഷ്ണ എന്ന പാഞ്ചാലിയും ജാതരായി. ദൃഷ്ടനായതുകൊണ്ടും അഗ്നിമധ്യത്തിൽ നിന്നും ജനിച്ചതുകൊണ്ടുമാണ് പുരുഷപ്രജയ്ക്ക് ദൃഷ്ടദ്യുമ്നൻ എന്ന പേര് നൽകിയത്.
എന്നാൽ സ്ത്രീ സന്താനമായതുകൊണ്ടും നിറം കൃഷ്ണവർണ്ണമായതുകൊണ്ടും അവൾക്ക് കൃഷ്ണ എന്ന് പേരിടുകയും ചെയ്തു. ദ്രുപദന് വൈരാഗ്യബുദ്ധി ഉണ്ടെന്നും ദൃഷ്ടദ്യുമ്നനെ എന്തിനാണ് ഈ വിധം സൃഷ്ടിച്ചതെന്നും ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. അത് ദ്രോണാചാര്യർക്കും അറിയാം. അത് ദുര്യോധനനും അറിയാം. ദ്രോണാചാര്യരുടെ ഉള്ളിൽ ആ പ്രതികാര ചിന്ത ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ട് ദ്രുപദപുത്രൻ എന്ന് ദുര്യോധനൻ ഒന്ന് ബലപ്പെടുത്തി പറഞ്ഞത്. ആ സമയം ദ്രോണരുടെ ഉള്ളിലേക്ക് പഴയ കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ വന്നിട്ട് ദ്രോണർക്കൊരു പ്രതികാര ചിന്തയുണ്ടാകാം. അത് കൂടുതൽ ശക്തിയോടുകൂടി വീറോടുകൂടി യുദ്ധം ചെയ്യുവാൻ പ്രേരിപ്പിച്ചേക്കാം. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ദുര്യോധനൻ ഇങ്ങനെ പറഞ്ഞത്. എങ്ങനെയാണ് പറഞ്ഞത്? ആചാര്യ, അങ്ങയുടെ ശിഷ്യനായ ദ്രുപദപുത്രൻ അണിനിരത്തിയിരിക്കുന്ന പാണ്ഡവ സൈന്യത്തെ കണ്ടാലും, അതല്ലാതെ കൃഷ്ണനെയോ അർജുനനെയോ മറ്റാരെയോ ഭീമനെയോ ആരെയോ തന്നെ അവിടെ പരാമർശിക്കാതെ ദ്രുപദപുത്രൻ എന്ന് ഒന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞത് ആ ഒരു പ്രതികാര ചിന്ത ദ്രോണരിൽ ഉണർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു. അങ്ങയുടെ ശിഷ്യൻ, ദ്രോണരുടെ ശിഷ്യനാണ് ആര്? ദൃഷ്ടദ്യുമ്നൻ. ദ്രുപദന് മനസ്സിൽ വൈരാഗ്യമുണ്ടായിരുന്നു. പക്ഷേ പാതിരാജ്യമൊക്കെ തിരിച്ചു കൊടുത്ത് കൂട്ടുകാരായിട്ടാണ്, കൂട്ടുകാരെന്ന നാട്യത്തിലാണ് പിരിഞ്ഞത്. അപ്പോൾ പിന്നെ സുഹൃത്ത് ഒരാവശ്യം പറയുമ്പോൾ ദ്രോണർക്ക് കേൾക്കാതിരിക്കാൻ കഴിയുകയില്ല. സുഹൃത്തിൻ്റെ പുത്രനായ ദൃഷ്ടദ്യുമ്നനെ സ്വന്തം വാസസ്ഥാനത്തു തന്നെ പാർപ്പിച്ച് അസ്ത്രവിദ്യ അഭ്യസിപ്പിച്ചു. ആര്? ദ്രോണാചാര്യർ. ഇവൻ എന്നെ വധിക്കുമെന്ന് ദ്രോണർക്ക് നന്നായി അറിയുകയും ചെയ്യാം. ദ്രുപദപുത്രന്റെ കൈകൊണ്ട് താൻ മരിക്കണമെന്നാണ് ദൈവനിശ്ചയമെങ്കിൽ ആർക്കത് തടുക്കുവാൻ കഴിയും? ഇത് ദ്രോണർ ചിന്തിച്ചിരുന്നു. ഇവിടെ കൂട്ടുകാരനാണ്. കൂട്ടുകാരൻ ഒരാവശ്യം പറഞ്ഞാൽ അത് കേൾക്കാതിരിക്കാൻ കഴിയുകയില്ല. മരണത്തെ ഭയന്ന് അങ്ങനെ ചെയ്യുന്നത് ധർമ്മമല്ല. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ദ്രോണർ ദൃഷ്ടദ്യുമ്നനെ പഠിപ്പിച്ചത്. ഇവിടെ ദ്രോണർക്ക് സ്വല്പം ആത്മവിശ്വാസക്കുറവുണ്ടോ എന്ന് ദുര്യോധനൻ ചിന്തിക്കുകയും ചെയ്യുന്നു. ആ ആത്മവിശ്വാസക്കുറവ് മനസ്സിലാക്കിയിട്ടാണ് അങ്ങയുടെ ശിഷ്യൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അതിലൂടെ വൈരാഗ്യബുദ്ധി ഉണ്ടാകട്ടെ എന്ന് ചിന്തിക്കുന്നുണ്ട്. ഇനി ദ്രുപദപുത്രനെ പഠിപ്പിച്ചത് ശരിയായില്ല എന്നൊരു കുറ്റപ്പെടുത്തലും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൗരവ സൈന്യത്തേക്കാൾ 4 അക്ഷൗണിപ്പട കുറവാണ് പാണ്ഡവ സൈന്യത്തിന്. കൗരവർക്ക് 11 പാണ്ഡവർക്ക് 7 അക്ഷൗണികളുമാണ് ഉണ്ടായിരുന്നത്. എന്നിട്ടും എല്ലാവർക്കും മനസ്സിലൊരു, അതായത് കൗരവർക്ക് എല്ലാവർക്കും മനസ്സിലൊരു ഭയം തോന്നുകയാണ്. ഇനി ഓരോരുത്തരുടെയും പേരു ചൊല്ലി ദുര്യോധനൻ ദ്രോണർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം. ഭഗവത്ഗീത കയ്യിലുള്ള എല്ലാവരും ആ പുസ്തകം എടുത്ത് നിങ്ങൾക്ക് നോക്കി പഠിക്കാം. ഇനി ഭഗവത്ഗീത ഇല്ലെങ്കിൽ ഞാനിവിടെ എഴുതി കാണിക്കുന്നത് ഒരു പുതിയ നോട്ട് ബുക്ക് എടുത്ത് അതിലേക്ക് എഴുതി വെച്ച് നിങ്ങൾക്ക് പഠിക്കാം. അർത്ഥവും എഴുതി വെച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇനി ഈ വിധത്തിൽ ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ? ഇനി അതല്ല മറ്റേതെങ്കിലും തരത്തിൽ പറഞ്ഞു തരണോ? ഇങ്ങനെ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയണം. എങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പറഞ്ഞു പോകാനായിട്ട് കഴിയുകയുള്ളൂ. ദിവസവും രാത്രി 8 മണിക്ക് ഭഗവത്ഗീതയുടെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ദിവസവും ഭഗവത്ഗീത പഠിക്കണം. കുറേശ്ശെ നമുക്ക് പഠിച്ചു പോകാം. ആ കൂട്ടത്തിൽ 8:30 ആകുമ്പോഴേക്കും മഹാഭാഗവതത്തിൻ്റെ ക്ലാസ്സും ഉണ്ടായിരിക്കുന്നതാണ്. ഈ 2 ക്ലാസ്സുകളും നിങ്ങൾ കേൾക്കണം, മനസ്സിലാക്കണം.
ഒന്ന് മഹാഭാഗവതത്തിലെ കഥാഭാഗങ്ങളും ചില ദിവസങ്ങളിൽ അതാത് ദിവസത്തെ പ്രത്യേകതകൾ, പ്രത്യേകിച്ച് ഏകാദശി, ഷഷ്ഠി അങ്ങനെയൊക്കെ വരുമ്പോൾ അതാത് ദിവസത്തെ പ്രത്യേകതകളും ആ ദിവസത്തെ പ്രത്യേക കഥകളുമായിരിക്കും പറയുന്നത്. അതല്ലെങ്കിൽ മഹാഭാഗവതത്തിലെ കഥാഭാഗങ്ങൾ തുടർന്നു പോകും. അടുത്തത് ഭഗവത്ഗീതയുടെ വ്യാഖ്യാനം. ഒരു മണിക്കൂർ ഭഗവാന് വേണ്ടി സമയം നിങ്ങൾ മാറ്റിവെക്കുക. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം മാത്രമേ ഉണ്ടാക്കൂ. ഒരിക്കലും അതൊരു നഷ്ടമായി നിങ്ങൾക്ക് തോന്നരുത്, അങ്ങനെ ചിന്തിക്കരുത്. ജീവിതത്തിൽ അത് വളരെ വളരെ പ്രയോജനം നിങ്ങൾക്ക് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 1 മണിക്കൂർ സമയം, 8 തൊട്ട് 9 മണി വരെയുള്ള സമയം നിങ്ങൾ ഇതിനു വേണ്ടി ഒന്ന് മാറ്റിവെക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം, നിർദ്ദേശങ്ങൾ പറയണം. എല്ലാവരും നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.